കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. അന്വേഷണം കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. എബി ജോൺ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. എബി, കേസ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നുവെങ്കിലും പോലീസിന് നൽകുന്ന നിർദ്ദേശം എന്താണ്? ഹൈക്കോടതി ഒപ്പം തന്നെ കേസിൽ ഇടപെടാൻ, അന്വേഷണത്തിൽ ഇടപെടാൻ തയ്യാറല്ല എന്ന് ഹൈക്കോടതി നിലപാടെടുക്കുമ്പോഴും ഈ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദം അത് ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അതായത് മുഹമ്മദ് ഖാസിം സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അത് പറഞ്ഞിരുന്നത് വിശദമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകണമെന്നതായിരുന്നു. ഒപ്പം തന്നെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണമെന്നൊരു ആവശ്യം കൂടി ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇവിടെ ഹൈക്കോടതി എടുത്തൊരു നിലപാട്, ആയിരക്കണക്കിന് ഫോണുകൾ ഉണ്ടാകും, ആ ഫോണുകളെല്ലാം തന്നെ പരിശോധിക്കുക എന്നുള്ളത് അത് അന്വേഷണ സംഘത്തോട് അത്തരത്തിൽ നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഹൈക്കോടതി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുക്കുന്ന ഘട്ടത്തിലും ശരിയായ നിരയിലായിരിക്കണം ഈ അന്വേഷണം പോകേണ്ടത് എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹർജിക്കാരൻ ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ കാലതാമസം കൂടാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കാലതാമസം തന്നെയാണ്. എത്ര നാൾ അന്വേഷിച്ചാലും ഒരുപക്ഷേ ഈ അന്വേഷണം പൂർത്തിയാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. രാഷ്ട്രീയപരമായിട്ടുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മളത് കണ്ടിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരു കാലതാമസം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക സാമുദായിക ഘടനയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ ഉണ്ടാവേണ്ടതുണ്ട്, ആ വിഷയം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം, ഒരാവശ്യം ഹർജിക്കാരൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഹൈക്കോടതി പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. മതസ്പർദ്ധ വളർത്തുന്ന കാര്യത്തിൽ ആ കുറ്റം ഉൾപ്പെടുത്തുന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ പരിഗണിക്കാം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. ഈ ഹർജിയിൽ, അതായത് മുഹമ്മദ് ഖാസിം നൽകിയിട്ടുള്ള ഹർജിയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. ഹർജി തീർപ്പാക്കിയിരിക്കുകയാണ്. ഹർജിക്കാരൻ ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. ഫിജി. ശരി.